തൊട്ടരികിൽ നിന്ന് അല്ലിയുടെ മുഖഭാവവും മറിച്ചായിരുന്നില്ല. അവൾ ചാരുവിനെ സംശയത്തോടെ നോക്കി. സോറി. ചാരു പതർച്ചയോട് അല്ലിയെ മറികടന്നു പോയി. അല്ലിയെ കൊണ്ടാക്കാൻ വന്ന മനുവും ചാരുവിനെ ഒന്ന് നോക്കി. അവൾ തിടുക്കപ്പെട്ട് അവരുടെ കൺമുൻപിൽ നിന്ന് പോയി. വൈകിട്ട് ബസ്സിൽ വരില്ലേ നീ? മനു പോക്കറ്റിൽ നിന്ന് കുറച്ച് രൂപയെടുത്ത് അവൾക്ക് കൊടുത്തുകൊണ്ട് ചോദിച്ചു. പറ്റുമെങ്കിൽ അംഗൻവാടിയിൽ പോയി മാളൂട്ടിയുടെ കാര്യമൊന്ന് ചോദിക്കണം കേട്ടോ. അല്ലി ഓർമ്മിപ്പിച്ചപ്പോൾ മനു അതിന് തലയാട്ടി. ശേഷം വണ്ടിയെടുത്ത് പോയി. അല്ലി തിരിഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. ആദ്യത്തെ ദിവസമായതുകൊണ്ട് തന്നെ ഒരു പരിചയക്കുറവ്. ഓഫീസിൽ പോയി ജോയിൻ ലെറ്റർ ഒപ്പിട്ട് രജിസ്റ്റർ കൈയൊപ്പ് വെച്ചപ്പോൾ പ്യൂൺ അവൾക്കായി ടൈം ടേബിൾ കൊടുത്തു. ഒപ്പം സ്റ്റാഫ് റൂമും കാണിച്ചു കൊടുത്തു. സ്റ്റാഫ് റൂമിൽ ചെല്ലുമ്പോൾ വിവേക് അറ്റത്തായുള്ള കസേരയിൽ ഇരിക്കുന്നുണ്ട്. അവളെ കണ്ടതും വിവേക് ഹൃദ്യമായി പുഞ്ചിരിച്ചു. ബാക്കിയുള്ള സ്റ്റാഫുകൾ സംശയത്തോടെ നോക്കുകയാണ്. ഇത് അല്ലി ടീച്ചർ ഹിസ്റ്ററിക്ക് ഗസ്റ്റ് ലെക്ചർ പോസ്റ്റിൽ പുതിയതായി ജോയിൻ ചെയ്തതാണ്. വിവേക് തന്നെ എല്ലാവർക്കും അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. എല്ലാവരും അവൾക്ക് കൈ കൊടുത്തു. അവരുടെ കൂട്ടത്തിൽ ചാരുവിനെയും കണ്ടപ്പോൾ അല്ലി ഭംഗിയായി പുഞ്ചിരിച്ചു. തിരിച്ചവളും. ഫസ്റ്റ് അവർ അല്ലിക്ക് ക്ലാസ്സിലായിരുന്നു. മലയാളമായതുകൊണ്ട് തന്നെ വിവേകിനും അന്നേരം ഒഴിവായിരുന്നു. അവനെന്തോ കുത്തിക്കുറിക്കുവാണ്. അല്ലി ഇടയ്ക്ക് നോക്കുമ്പോൾ കണ്ടു. അല്ലി അടുത്ത ക്ലാസ്സിൽ എടുക്കാനുള്ളത് റിവേഴ്സ് ചെയ്യുകയാണ്. എടുക്കാനുള്ള സിലബസ് രാവിലെ ഓഫീസിൽ നിന്ന് കിട്ടിയിരുന്നു. അല്ലിയും വിവേകും മാത്രമാണ് സ്റ്റാഫ് റൂമിൽ. എങ്കിലും ഇരുവരും പരസ്പരം ഒന്നും മിണ്ടിയിരുന്നില്ല. അതിന് അല്ലിക്ക് താല്പര്യമില്ലായിരുന്നു എന്നതാണ് സത്യം. ഒരിക്കൽ ഒരുപാട് സ്നേഹിച്ചവനാണ്. അയാളുമായി ജീവിതം ഒരുപാട് സ്വപ്നം കണ്ടിരുന്നതാണ്. പക്ഷെ ഇന്ന് അയാളെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദന. അയാൾ ഇങ്ങനെ നീറി കഴിയുന്നത് ആലോചിക്കുമ്പോൾ വല്ലായ്മയാണ്. മാളൂട്ടിയെ കാണാതെ ആവുമ്പോൾ കരയില്ലേ അല്ലി? ഓരോന്ന് ചിന്തിക്കുമ്പോഴാണ് വിവേകിന്റെ ചോദ്യം വന്നത്. അല്ലി അവനെ ഒന്ന് നോക്കി. ആ നോട്ടം തന്നിൽ തന്നെയാണ്. അമ്മയുടെ അടുത്താണ്. അങ്ങനെ വാശി കാണിക്കാറില്ല അവൾ. അല്ലി അതും പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ബെല്ലടിച്ച ശബ്ദം കേൾക്കാം. അല്ലി തൻ്റെ പുസ്തകം എടുത്ത് അവനെ ഒന്ന് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി. അതേസമയം തന്നെയാണ് ചാരു അകത്തേക്ക് കയറി വന്നതും. അല്ലിയെ കണ്ടപ്പോൾ ചാരു പതിഞ്ഞൊരു പുഞ്ചിരി നൽകി. അല്ലിക്ക് പക്ഷേ ഈ കുട്ടിയെ എവിടെയോ കണ്ട ഓർമ്മ വന്ന മുഖഭാവം. ചാരു അകത്തേക്ക് കയറി പോകുമ്പോൾ കണ്ടു മേശമേൽ കൈകുത്തി എന്തോ എഴുതി തീർക്കുന്ന വിവേകിനെ. അവളുടെ കണ്ണുകൾ വിടർന്നു. സ്റ്റാഫ് റൂമിലേക്ക് മറ്റാരും വന്നിട്ടില്ല. ചാരു തൻ്റെ ഒറ്റ പ്ലീറ്റിട്ട് സാരി മുന്താണി ഒതുക്കി അവൻ്റെ അരികിലേക്ക് നടന്നു. വിവേക് മാഷിന് തരാൻ വത്സല ടീച്ചറെ ഏൽപ്പിച്ചതാണ് ഈ പുസ്തകം. ചാരു തൻ്റെ കയ്യിലെ പുസ്തകം വിവേകിന് നേരെ നീട്ടി. തൻ്റെ മുൻപിലേക്ക് വന്ന പുസ്തകവും ഒപ്പം പതിഞ്ഞ ശബ്ദവും കേൾക്കെ വിവേക് പതിയെ കണ്ണുകൾ ഉയർത്തി നോക്കി. മുഖത്ത് പരിഭ്രമത്തോടൊപ്പം ചെറുപുഞ്ചിരി നിറഞ്ഞ മുഖം. വിവേക് ഒന്നും മിണ്ടാതെ ചെറുപുഞ്ചിരിയോടെ ആ പുസ്തകം വാങ്ങിച്ച് മേശക്കരികിൽ വെച്ചു. ചാരു തിരിഞ്ഞു നടന്നു. അവളുടെ ചുണ്ടിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു. അവൾ തൻ്റെ ടേബിൾ വന്നിരുന്നു കൊണ്ട് കൈകളിൽ തലവെച്ച് കിടന്നു. വൈകുന്നേരം അമ്മ പച്ചക്കറിയും പലവരക്ക് സാധനങ്ങളും മേടിക്കാനായി മാളൂട്ടിക്കൊപ്പം അങ്ങാടിയിലേക്ക് വന്നതായിരുന്നു. വീട്ടിൽ ആശ വന്നിട്ടില്ല. അല്ലെങ്കിൽ അവളുടെ അടുത്ത് കുഞ്ഞിനെ ആക്കാമായിരുന്നു. അച്ഛനാണ് പറഞ്ഞത് അങ്ങാടിയിലേക്ക് വാ, ക്യാഷ് തരാമെന്ന്. ചന്ത ദിവസമുള്ളത് അന്ന് നേരത്തെ പോയി സാധനം മേടിച്ചാലേ നല്ല സാധനം കിട്ടുകയുള്ളൂ. അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോഴേക്കും ചന്തയിൽ സാധനങ്ങൾ നല്ലതെല്ലാം കഴിയും. അതുകൊണ്ട് തന്നെ ഒന്നും നല്ലതുണ്ടാവില്ല. അമ്മ നേരെ പോയത് അച്ഛൻ്റെ അടുത്തേക്കാണ്. അച്ഛൻ സാധനം മേടിക്കാനുള്ള പൈസ കൊടുക്കുന്നതോടൊപ്പം മാളൂട്ടിക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. അമ്മ കടയുടെ മുൻപിൽ നിന്ന് അച്ഛനോട് സംസാരിക്കുകയാണ്. വൈകുന്നേരത്തേക്ക് എന്താണ് മേടിക്കേണ്ടതെന്ന് ചോദിക്കുവാണ്. മാളൂട്ടി ഐസ്ക്രീം നാവിട്ട് നക്കിക്കൊണ്ട് പതിയെ അമ്മയുടെ കൈവിടി വെച്ചുകൊണ്ട് റോട്ടിലേക്ക് നടന്നു. മാളൂട്ടിയുടെ ശ്രദ്ധ മുഴുവൻ ഐസ്ക്രീമിലാണ്. എതിരെ ചീറിപ്പാഞ്ഞു വരുന്ന ചുവന്ന കാറിന്റെ ശബ്ദം കേൾക്കെ അച്ഛൻ മോളെവിടെയെന്ന് ചോദിക്കലും ആ ചുമന്ന കാർ മാളൂട്ടിയെ തട്ടിത്തെറിപ്പിച്ച് സ്പീഡിൽ പോയതും ഒരുമിച്ചായിരുന്നു. മാളൂട്ടി! അച്ഛൻ അലർച്ചയോട് അമ്മയെ തള്ളി മാറ്റി ഓടുമ്പോൾ നിലത്തെ റോഡ് മുഴുവൻ ചോരയിൽ കുതിർന്നിരുന്നു. ആ നിമിഷം ആശുപത്രി വരാന്തയിലൂടെ തളർന്ന കാലുകൾ വലിച്ചു നടക്കുമ്പോൾ കൈവിരലുകൾ ജീവനറ്റ വിരലുകൾ മുറുക്കെ പിടിച്ചിരുന്നു. അല്ലിക്ക് തലകറങ്ങി. അവൾ വേച്ചു വീഴാൻ പോയതും മനു അവളെ താങ്ങി നിർത്തി. മനുവേട്ട, നമ്മുടെ മാളൂട്ടി. കരഞ്ഞു വീർത്ത കൺപോളകൾ അടഞ്ഞു വീഴുമ്പോഴും ഭ്രാന്തിയെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ആരൊക്കെയോ അല്ലിയെ എമർജൻസി വിഭാഗത്തിലേക്ക് മാറ്റിയിരുന്നു. മനു അപ്പോഴും ധൃതി പിടിച്ച് മുന്നോട്ട് കിതപ്പോടെ ഓടി. ഡോക്ടറെ, എൻ്റെ മോള്. മനു പുറത്തിറങ്ങി വന്ന ഡോക്ടറെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി. മനുവിൻ്റെ അമ്മയും അച്ഛനും ഐതിരിയും എല്ലാം മാറി നിൽക്കുന്നുണ്ട്. അല്ലിയുടെ അമ്മയും അച്ഛനും കരച്ചിലടക്കി ഐസുവിൻ്റെ മുൻപിൽ തന്നെ നിൽപ്പുണ്ട്.
അവർ കാരണമാണ് ഇങ്ങനെയൊക്കെ എന്നുള്ള ചിന്ത, കുറ്റബോധം, ഒപ്പം പേരക്കുട്ടിക്കൊന്നും പറ്റില്ല എന്നുള്ള പ്രാർത്ഥന. വല്ലാത്തൊരവസ്ഥയിലാണ് എല്ലാവരും. പേടിക്കേണ്ട, അപകടനില തരണം ചെയ്തിട്ടുണ്ട്. ഒത്തിരി ബ്ലഡ് ലോസ് വന്നതുകൊണ്ട് തന്നെ റിസ്ക് ആയിരുന്നു. ദൈവം കൂടെയുണ്ടടോ. അതാണ് ചെറിയ ഇഞ്ചുറീസ് ഉണ്ടെങ്കിലും ജീവനാപത്തൊന്നും പറ്റാഞ്ഞത്. ഡോക്ടർ തോളിൽ തട്ടി പറഞ്ഞപ്പോഴാണ് മനുവിന് ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നിയത്. തൻ്റെ മോള്, അവളും അല്ലിയുമാണ് തൻ്റെ ലോകം. വീട്ടുകാരെ വെറുപ്പിച്ചിറങ്ങി പോകുന്നത് അവർക്ക് വേണ്ടിയാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിയെന്നറിഞ്ഞാൽ മരിച്ചു പോകും താൻ. അവൻ നെഞ്ചിൽ ആശ്വാസത്തോടെ കൈവച്ച് ഭിത്തിയിലേക്ക് ചാരി നിന്നു. അല്ലിയുടെ അച്ഛൻ മനുവിൻ്റെ കൈകൾ പിടിച്ചു വിങ്ങിപ്പൊട്ടി. മോനെ, ഞങ്ങൾ. ആ വൃദ്ധൻ എന്തു പറയണമെന്നറിയാതെ വിങ്ങിപ്പൊട്ടി. മനു ഒന്നും പറയാതെ അച്ഛനെ നെഞ്ചോട് ചേർത്തു. എല്ലാം സംഭവിച്ചു പോയതാണെന്ന് ആരും മനസ്സിൽ വിചാരിച്ചു ചെയ്യുമോ, അതും ഒരു കൊച്ചു കുഞ്ഞിനെ? എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോൾ കിടന്ന് കരഞ്ഞിട്ട് വലിയ കാര്യം. പോയത് ഞങ്ങൾക്കല്ലേ? മനുവിൻ്റെ അമ്മ മുന്നോട്ട് വന്നു. അല്ലിയുടെ അമ്മ പകപ്പോടെ അവരെ നോക്കി. അവരുടെ മുഖം ചുവന്നിരിക്കുന്നു. അവരുടെ മുഖം കാണെ പേടിയാകും. വല്ലാത്ത ഭാവം അവർക്ക്. എൻ്റെ പേരക്കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയവർ. അവർ പല്ലു ഞെരിച്ചു. അല്ലിയുടെ അമ്മ അവിശ്വസനീയതയോടെ ഇല്ലെന്ന് തലയാട്ടി. പിടപ്പോടെ മനുവിനെ നോക്കി. അവനത് കേട്ടില്ലെന്ന മട്ടിൽ അച്ഛനെ ആശ്വസിപ്പിക്കുന്നു. മനുവിൻ്റെ അലസത അവരെ കൂടുതൽ ചൊടിപ്പിച്ചു. അവർ അവൻ്റെ അടുത്തേക്കൊന്നുകൂടെ നീങ്ങി നിന്നു. ഡിസ്ചാർജ് ആയ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം മോനെ. ഇല്ലേൽ ഇനിയും ഇവർ നമ്മുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കും. അമ്മ മകനോട് വാത്സല്യത്തോടെ പറഞ്ഞു. മനു അത് ശ്രദ്ധിച്ചില്ല. എടാ, നിന്നോടാ ഞാൻ പറയുന്നത്. അമ്മ അവന് നേരെ ഒച്ചയെടുത്തു. മനു ചുവന്നു കലങ്ങിയ കണ്ണുകളോട് അമ്മയെ നോക്കി. ആ നോട്ടത്തിൽ അവരുടെ ദേഷ്യം ആവിയായി പോയി. അകത്തു കിടക്കുന്നത് എൻ്റെ കുഞ്ഞാണ്. എനിക്കില്ലാത്ത ആദിയും പേടിയും ഇവിടെ വേറെ ആർക്കും വേണ്ട. അല്ലിയെയും മോളെയും കണ്ണെടുത്ത കണ്ടുകൂടാത്തവരാണിപ്പോൾ പേരക്കുട്ടിയുടെ മഹത്വം പറഞ്ഞു വരുന്നത്. മനു ശബ്ദം താഴ്ത്തി പറഞ്ഞുകൊണ്ട് അച്ഛനെ തൻ്റെ നെഞ്ചിൽ നിന്ന് അടർത്തി മാറ്റി. അല്ലിയെ ആഷയും അജിത്തും ചേർന്ന് ക്യാഷ്വാലിറ്റിയിൽ കൊണ്ടുപോയതാണ്. അങ്ങോട്ടേക്ക് പോയി നോക്കണം. ഇനി ഇവിടെ എന്ത് കാണാൻ നിൽക്കുക? എൻ്റെ കൂടെ വരുന്നവർ വാ. അകത്ത് കിടക്കുന്ന അസത്ത് ചത്താലേ ഇവനിനി വീട്ടിലേക്ക് വരികയുള്ളൂ. അമ്മ മനുവിനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് പറഞ്ഞു. മനുവടക്കം എല്ലാവരും അവരെ തുറിച്ചു നോക്കി. ഒരു സ്ത്രീക്ക് ഇത്ര ക്രൂരനാകാൻ കഴിയുമോ? എൻ്റെ കുഞ്ഞിനെയാണ് ഇങ്ങനെ പറയുന്നത്. അമ്മയായി പോയി. മനു അവരെ കത്തുന്ന വിധം നോക്കി. ചെല്ല്, ഇനി എൻ്റെ കൺമുൻപിൽ കണ്ടുപോകരുത്. മനു അമ്മയ്ക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ ആരെയും നോക്കാതെ വെട്ടിത്തിരിഞ്ഞ് നടന്നു. നിങ്ങൾ വരുന്നുണ്ടോ മനുഷ്യ? മനു പോകുന്നത് കാണി അമ്മ ദേഷ്യത്തോടെ അവൻ്റെ അച്ഛനെ നോക്കി പറഞ്ഞു. മുഖമടച്ചൊരടിയായിരുന്നു അച്ഛൻ്റെ മറുപടി. അമ്മയും മൈഥിലിയും പകപ്പോടെ അച്ഛനെ നോക്കി. ആദ്യമായാണ് അച്ഛൻ്റെ ഈ ഒരു മുഖം. പോയിക്കോണം എൻ്റെ കൺമുൻപിൽ നിന്ന്. അച്ഛൻ അമ്മയെ നോക്കി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് മനുവിനൊപ്പം നടന്നു. അമ്മ വിളറിപ്പോയി. ചുറ്റും കൂടിയിരുന്നവരുടെ കണ്ണുകൾ തന്നിൽ തന്നെ. അവർക്ക് വല്ലാത്ത അപമാനം തോന്നി. അല്ലിയുടെ അമ്മയും അച്ഛനും അവരെ നോക്കിയൊന്ന് പുച്ഛത്തോടെ മുഖം കൂട്ടി. കടുത്ത അപമാനം എന്ന പോലെ മനുവിൻ്റെ അമ്മയും അനിയത്തിയും ആ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ആരോ തട്ടി വിളിക്കുമ്പോഴാണ് അല്ലി കണ്ണുകൾ പതിയെ തുറക്കുന്നത്. കണ്ണുനീർ ഉണങ്ങി പിടിച്ചിരിക്കുന്ന കണ്ണുകൾ അവൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നു. അല്ലി മോളെ. അടുത്ത് തന്നെ മനു തന്നോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ അല്ലി വീണ്ടും വിങ്ങിപ്പെട്ടിപ്പോയി. മനുവേട്ട, നമ്മുടെ മോള്. അല്ലി പിടഞ്ഞെഴുന്നേറ്റു. കയ്യിലേക്ക് ആനുല വേദനിച്ചു. അവയിൽ നിന്ന് ചോര പൊടിഞ്ഞു. മാളൂട്ടിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. അവളെ പെട്ടെന്ന് റൂമിലോട്ട് മാറ്റും. ആശ അല്ലിയുടെ മുടിയിഴകളിൽ മെല്ലെ തലോടി. അടുത്ത് കണ്ടു നിൽക്കുന്ന അമ്മയിലും അച്ഛനിലും നൊമ്പരം. തങ്ങൾ കാരണമാണിതെല്ലാം. അവർ വിങ്ങിപ്പൊട്ടി. എനിക്കൊന്ന് കാണണം മനുവേട്ട എൻ്റെ മോളെ. എന്നെ കാണിക്കും മനുവേട്ട അവളെ. അല്ലി ബെഡിൽ നിന്ന് ചാടി എണീറ്റ് കയ്യിലേക്ക് ആനുല വലിച്ചു പറിച്ചു കളഞ്ഞു. അവൾ സ്വബോധമില്ലാത്തവളെ പോലെ നിലവിളിച്ചു. ചുറ്റുമുള്ളവർ പലരും അവരെ തന്നെ തുറിച്ചു നോക്കി. കാര്യമറിയുന്നവർ താടിക്ക് കൈകൊടുത്ത് നെടുവീർപ്പിട്ടു. ഏയ്, എന്താ ഇവിടെ? ഡോക്ടർ വന്ന് രൂക്ഷമായി അല്ലിയെ നോക്കി ചോദിച്ചപ്പോൾ അവൾ മുഖം പൊത്തി കരയാൻ തുടങ്ങി. ഈ ട്രിപ്പ് മുഴുവൻ ശരീരത്തിൽ കയറിയ അല്ലിക്ക് ഇവിടെ നിന്ന് പോകാം. തൻ്റെ ഹെൽത്ത് ഒട്ടും ഓക്കെയല്ല അല്ലി. ഡോക്ടർ അല്ലിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കി. പക്ഷേ അപ്പോഴൊക്കെ അല്ലി നിഷേധാർത്ഥത്തിൽ തലയാട്ടി. എനിക്കെൻ്റെ മോളെ കാണണം. അവൾ ഭ്രാന്തിയെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ഒടുവിലൊരു ഇഞ്ചക്ഷൻ വെച്ചപ്പോഴാണ് അല്ലി ഒന്ന് മയങ്ങിയത്. അടുത്ത് തന്നെ മനുവിനോട് നിൽക്കാൻ പറഞ്ഞു. ഇനി എഴുന്നേൽക്കുമ്പോൾ ഓക്കെ ആകും ആള്. അപ്പോൾ പോയിക്കോളാനും പറഞ്ഞു. ഞങ്ങളെന്നാ കുഞ്ഞിനെ നോക്കട്ടെ മോനെ. ഐസുവിന് മുൻപിൽ ആരുമില്ലല്ലോ. അമ്മയും അച്ഛനും അത് പറഞ്ഞ് മുൻപോട്ട് നടന്നു. ആശയും കൂടെ ചെന്നു. മനു തൻ്റെ മുൻപിൽ കട്ടിൽ മയങ്ങുന്ന അല്ലിയുടെ അടുത്തിരുന്നു.
കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾക്കും മോൾക്കും എന്തെങ്കിലും പറ്റിയാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് മനുവിൻ്റെ ഫോണിലേക്കൊരു കോള് വരുന്നത്. നോക്കുമ്പോൾ ആസിഫാണ്. മനു ഫോൺ എടുത്തു. ആ പറയടാ, മനു ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു. ആസിഫ് കുഞ്ഞിനുണ്ടായ അപകടം അറിഞ്ഞിട്ട് വിളിക്കുന്നതാണ്. മോൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. മനു കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ആസിഫ് തൻ്റെ സംശയം പറഞ്ഞത്. ഒരു ചുമന്ന കാറാണ് മോളെ ഇടിച്ചിട്ടത്. ആസിഫ് സംഭവം നടന്ന സ്ഥലത്ത് ചെന്നിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കടക്കാരാണ് പറഞ്ഞത്. അവർക്ക് സംശയം ഉണ്ടാക്കാനുണ്ടായ കാര്യം അതല്ല. ആ കാർ ഒരു സൈഡിൽ നിർത്തിയിട്ട് ഇടത്തുനിന്നാണ് എടുത്തത്. എന്തോ മനഃപൂർവ്വം ചെയ്ത പോലെ അവിടെയുള്ള കടക്കാർക്ക് തോന്നിയെന്ന്. ആസിഫ് താൻ അറിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ മനുവിനും സംശയമായി. പക്ഷെ ആദ്യം എൻ്റെ മോള് പുറത്തേക്ക് വരട്ടെ, എന്നിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം. മനു പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. അല്ലി പതിയെ ഉറക്കത്തിൽ നിന്ന് ഉണരും വരെ അവൻ കാത്തിരുന്നു. സ്കൂൾ ഓഫീസിൽ പെട്ടെന്നൊരു കോള് വന്നപ്പോൾ ലീവ് എടുത്തിറങ്ങിയതാണ് അല്ലി. അവൾ പോയ സമയം വിവേകിന് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ അറിഞ്ഞിരുന്നില്ല. തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് വരുമ്പോഴാണ് അറിയുന്നത് അല്ലി പെട്ടെന്ന് ബാഗ് എടുത്ത് പോയ കാര്യം. പിന്നീട് മാനേജർ ആരോടോ പറഞ്ഞതാണ് അല്ലിയുടെ മോൾക്കൊരു ആക്സിഡന്റ് പറ്റിയതാണെന്ന്. വിവേകിന് ആശുപത്രിയിൽ പോകണമെന്നുണ്ട്. ക്ലാസ് കഴിയാൻ കാത്തു നിൽക്കുകയായിരുന്നു അവൻ. എന്തുകൊണ്ടോ അവന് വല്ലാത്ത നീറ്റൽ. ആ കുഞ്ഞുമുഖം ഇപ്പോഴും മനസ്സിലുണ്ട്. ബെല്ലടിച്ചതും ബാഗ് കയ്യിലെടുത്തവൻ പുറത്തേക്കിറങ്ങി. മേഡം പറഞ്ഞറിഞ്ഞതാണ് ചാരുവും. അപ്പം മുതൽ വിവേക് ആകെ അസ്വസ്ഥമാണെന്ന് ചാരുവിന് മനസ്സിലായി. എല്ലാവരും ഓഫീസിൽ നിന്നിറങ്ങിയപ്പോൾ ചാരുവും ബാഗെടുത്ത് പുറത്തിറങ്ങി. അവൾക്കും അല്ലിയെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. അല്ലിക്ക് തന്നെ അറിയില്ല ഇവിടെ വന്ന് അന്ന് കണ്ടൊരു പെൺകുട്ടി. പക്ഷെ അവളെ നന്നായി താൻ അറിയാം തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒരുപാടായി. വിവേകിനെ എന്ന് തൊട്ട് സ്നേഹിക്കുന്നുവോ അന്നു മുതൽ അല്ലിയെ തനിക്കറിയാം. താൻ സ്നേഹിക്കുന്നവൻ്റെ പ്രണയം ഒരുപാട് തളർത്തിയിട്ടുണ്ട്. അവളോട് ഒരുപാട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർ ഒരുമിക്കാതെ പോയപ്പോൾ വേദന തോന്നിയിരുന്നു. ഒരു പ്രണയം നഷ്ടമാകുന്നത് രണ്ടാത്മാക്കളുടെ മരണമാകുന്നു. ഓരോന്നാലോചിച്ച് നടക്കുമ്പോൾ കണ്ടു മുൻപിൽ ധൃതിയിൽ നടന്നു പോകുന്ന വിവേകിനെ. മാഷേ ഒന്ന് നിന്നേ. പെട്ടെന്ന് തോന്നിയ ഉൾപ്രേരണയിൽ പിന്നിൽ നിന്ന് വിളിച്ചതാണ്. വിവേക് തിരിഞ്ഞു നോക്കിയപ്പോൾ ചാരു പതറി. ആദ്യമായാണ് തന്നെ ഇങ്ങനെ നോക്കുന്നത് പോലും. ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടോ അല്ലി ടീച്ചറെ കാണാൻ? മടിച്ചാണ് ചോദിച്ചത്. അപ്പുറന്ന് പതിയെ മൂളുന്നത് കണ്ടു. എന്നാൽ ഞാനും വന്നോട്ടെ മാഷേ. സാരി തലപ്പി വിരൽ ചുഴറ്റി അവനെ മടിയോടെ നോക്കി. അവനൊന്ന് ആലോചിച്ചു. അവൾക്ക് ആ നിമിഷം ചോദിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. അവൻ പതിയെ മുഖം ഉയർത്തി നോക്കി. വരൂ ചാരു ടീച്ചറെ. അവൻ്റെ മുഖത്ത് പുഞ്ചിരി വിരിഞ്ഞു. അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പുഞ്ചിരി.